അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത് JSWൻ്റെ എനർജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അടിപൊളി പ്ലാറ്റ്ഫോമിനെ കുറിച്ചിട്ടാണ്. ഇത് നിങ്ങൾക്ക് എങ്ങനെയാണ് യൂസ് ചെയ്യാം, എങ്ങനെയാണ് ഇതിൽ നിന്ന് വിഡ്രോ ചെയ്യാൻ പറ്റുന്നത്, അതോടൊപ്പം തന്നെ ഇതിൽ എങ്ങനെയാണ് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് ഇതിൽ നിന്ന് വിഡ്രോ ചെയ്ത് കാണിച്ചു തരാം. ജസ്റ്റ് വിഡ്രോ എന്നുള്ള ഓപ്ഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ജസ്റ്റ് ആഡ് ബാങ്ക് അക്കൗണ്ട്, ബൈൻഡ് ബാങ്ക് അക്കൗണ്ട് എന്നുള്ളൊരു ഓപ്ഷനാണ് കാണാനായിട്ട് പറ്റുക. ആ ഒരു ബൈൻഡ് ബാങ്ക് അക്കൗണ്ടിൽ കയറിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ബാങ്ക് സെലക്ട് ചെയ്ത് IFSC കാർഡ് ഹോൾഡർ നെയിം, കാർഡ് നമ്പർ എന്നിവ അടിച്ചിട്ട് ബാങ്ക് അക്കൗണ്ട് ബൈൻഡ് ചെയ്യാം. ബാങ്ക് അക്കൗണ്ട് ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നേരിട്ട് നിങ്ങൾക്ക് അതിലേക്ക് വിഡ്രോ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് ബാങ്ക് അക്കൗണ്ട് ബൈൻഡ് ചെയ്ത് കാണിച്ചു. അപ്പോൾ നമ്മൾ കൊടുത്ത ബാങ്ക് ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ സേവ്ഡ് സക്സസ്ഫുള്ളി എന്ന് വരികയും അതോടൊപ്പം തന്നെ നമുക്ക് അടുത്തൊരു പേജിലേക്ക് വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, വിഡ്രോവൽ എമൗണ്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. നമ്മൾ ആദ്യം വിഡ്രോവൽ എമൗണ്ട് സെറ്റ് ചെയ്യണം. ഒരു 800 ആണ് നമ്മളിവിടെ സെറ്റ് ചെയ്യുന്നത്. 800 സെറ്റ് ചെയ്യുന്നു. ഓക്കെ, ദെൻ നിങ്ങൾക്ക് എന്താണ് ട്രേഡ് പാസ്വേഡ് അറിഞ്ഞിട്ട് നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ആക്കുന്ന സമയത്ത് നിങ്ങളൊരു പാസ്വേഡ് സെറ്റ് ചെയ്യും. ആ ഒരു പാസ്വേഡ് വെച്ചിട്ടാണ് നമ്മളിതിലേക്ക് വിഡ്രോ ചെയ്യാനായിട്ട്. അതിൻ്റെ താഴെയായിട്ട് നമ്മൾ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുത്തതിന് ശേഷം അപ്ലൈ വിഡ്രോവൽ എന്നുള്ള ഒരു ഓപ്ഷനായിട്ട് കാണാനായിട്ട് പറ്റും. അപ്ലൈ നിങ്ങൾക്ക് വിഡ്രോ ചെയ്ത് എടുക്കാം. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഒരു വിഡ്രോവൽ പ്രോസസ്സ് വരുന്നത്. വിഡ്രോവൽ ടൈം വരുന്നത് 10 മണി മുതൽ 18 അഥവാ 6 മണി വരെയാണ് വിഡ്രോവൽ ടൈം വരുന്നത്. സിംഗിൾ വിഡ്രോവൽ വരുന്നത് 50,000 രൂപയാണ്. ഇപ്പോൾ ഇത് നിങ്ങൾക്ക് 6% ടാക്സ് വരെ അവർ പിടിക്കുന്നുണ്ട്. ഓക്കെ, ഇത്തരം ഡീറ്റെയിൽസാണ് നിങ്ങൾക്ക് വിഡ്രോവലുമായിട്ട് അറിയാനായിട്ട് പറ്റുന്നത്. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ആപ്ലിക്കേഷന് ഏൺ ചെയ്തത് എന്നുള്ളതായിരിക്കും അല്ലേ. അപ്പോൾ എങ്ങനെയാണ് ഇതിൽ ക്യാഷ് ഏൺ ചെയ്യുക എന്നുള്ളത് ജസ്റ്റ് ചെറിയ ഈ ഒരു പ്ലാനുകൾ നമ്മൾ ആക്റ്റീവ് ആക്കുന്നതിലൂടെയാണ് നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോം നമ്മൾ യൂസ് ചെയ്യുന്നതും അതോടൊപ്പം തന്നെ ക്യാഷ് ഏൺ ചെയ്യുന്നതും. ഇതിൽ നിങ്ങൾക്ക് 2-3 രീതിയിൽ ഡെയിലി സർപ്രൈസ് എന്നുള്ള അല്ലെങ്കിൽ മെച്യൂരിറ്റി ഡെയിലി സർപ്രൈസ് എന്ന് പറഞ്ഞിട്ടുള്ള 3 ഓപ്ഷൻസാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുക. ഒന്നിൽ മെച്യൂരിറ്റി എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റെങ്കിലും നിങ്ങൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഡെയിലിയിലേക്ക് പോകാനായിട്ട് പറ്റുള്ളൂ. ജസ്റ്റ് നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കാം, ഇവിടെ നിങ്ങൾക്കൊരു 450 രൂപ മാത്രം മുടക്കിയിട്ടുള്ളൊരു പ്ലാൻ നിങ്ങൾ അച്ചീവ് ചെയ്യുന്ന സമയത്ത് 39 ദിവസം നിങ്ങൾക്ക് 157 വെച്ചിട്ട് 6,142 വെറും 450 മുടക്കിയ ഒരാൾക്ക് 6,142 രൂപയാണ് ഏൺ ചെയ്യാനായിട്ട് പറ്റുക. ഓക്കെ, ഒരിക്കലും ഇതിൽ വലിയൊരു പ്ലാൻ, മെച്യൂരിറ്റിയിൽ ഒരിക്കലും വലിയൊരു പ്ലാൻ നിങ്ങൾ അച്ചീവ് ചെയ്യാനായിട്ട് പോകണ്ട. കാരണം ഇത്രയും ദിവസം എടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഏൺ ചെയ്യാനാണ് നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോം യൂട്ടിലൈസ് ചെയ്യുന്നത്. അപ്പോൾ വലിയ എമൗണ്ടിൻ്റെ പ്ലാനുകൾ അച്ചീവ് ചെയ്യാതെ ഇതിൽ ഏറ്റവും ചെറിയ പ്ലാൻ അച്ചീവ് ചെയ്യുക. ജസ്റ്റ് ഇപ്പോൾ ഇതിൽ ലാസ്റ്റത്തെ എന്നൊക്കെ പറയുന്നത് 28,700 അതിലിപ്പോൾ 11,19,19,300 രൂപയാണ് അതിൽ വരുന്നത് ഡെയിലി. അഥവാ നിങ്ങൾ 39 ദിവസം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ടോട്ടൽ റവന്യൂ വരുന്നത്. ഇനി ഇതിൽ ഡെയിലി വരുന്നത് നിങ്ങൾക്ക് ഡെയിലി 150, വെറും ഒരു 150 രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ 1 ഡേ കംപ്ലീറ്റ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് 300 രൂപ നിങ്ങൾക്കത് വിഡ്രോ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതോടൊപ്പം തന്നെ 600 രൂപയാണ് നിങ്ങൾ ഇതിൽ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ ഇതിൽ ഒരു സാധനം ഇതിലൊരു സോളാർ സിസ്റ്റമാണ്. ഈ ഒരു സോളാർ സിസ്റ്റത്തിനെ നിങ്ങൾ പർച്ചേസ് ചെയ്യാണ് 20 ദിവസം 45 രൂപ വെച്ചിട്ട് നിങ്ങൾക്ക് 900 രൂപ വരെ ഏൺ ചെയ്തെടുക്കാനായിട്ട് പറ്റും. പിന്നെ ഇതിൽ വേർത്തായിട്ടുള്ള മറ്റൊരു പ്ലാനാണ് 800 രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിലൂടെ 2 ദിവസം 1000 രൂപ വെച്ച് 2000 രൂപയാണ് നിങ്ങൾക്ക് ഇതിൽ നിന്നും ഏൺ ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നത്. ഓക്കെ, പിന്നെ ഇതിൽ 6,600 ഒരു പ്ലാനുണ്ട്. 1,32,000 രൂപയാണ് നിങ്ങൾക്ക് ജസ്റ്റ് ഇതിൽ 2 ദിവസം കൊണ്ട് 66,000 രൂപ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏൺ ചെയ്യാനായിട്ട് പറ്റും. സർപ്രൈസിൽ നിങ്ങൾക്ക് എപ്പോഴും പ്ലാനുകൾ അവൈലബിൾ ആയിക്കൊള്ളണമെന്നില്ല. ചില സമയത്ത് അവരുടെ കമ്പനിയുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് നല്ല നല്ല ഓഫേഴ്സും കാര്യങ്ങളൊക്കെ വരും. അതിലൂടെയാണ് നിങ്ങൾക്ക് സർപ്രൈസ് എന്നുള്ള ഒരു എമൗണ്ടിൽ നിന്ന് കിട്ടാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇതിൽ അടിയത്തൊരു പാർട്ടിൽ നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. ജസ്റ്റ് ഇൻവെസ്റ്റ് എന്നുള്ള പ്ലാനിലാണ് നിങ്ങൾക്ക് ഇതൊക്കെ കാണാനായിട്ട് പറ്റുക. അഥവാ നിങ്ങൾക്ക് ഈ ഒരു പ്ലാൻ അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു അക്കൗണ്ട് സെഷനിൽ പോയിട്ട് നിങ്ങൾക്ക് ഇവിടെ 3 ഓപ്ഷൻ അഥവാ റീചാർജ്, വിഡ്രോവൽ, ഓർഡേഴ്സ് എന്നുള്ള 3 ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് നിങ്ങൾ ബേസിക് പ്ലാനുകൾ അച്ചീവ് ചെയ്യാനുള്ള എമൗണ്ട് മാത്രം ആദ്യം ആഡ് ചെയ്യുക. എന്നിട്ട് അത് വിഡ്രോ ചെയ്തതിന് ശേഷം മാത്രം നെക്സ്റ്റ് പ്ലാനിലേക്ക് നിങ്ങൾ മൂവ് ചെയ്യുക എന്നുള്ളതേ ഞാൻ മാത്രമേ പറയുള്ളൂ. ഓക്കെ, അപ്പോൾ ബേസിക് പ്ലാനുകൾ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ അവരുടെ ടെലഗ്രാമും കാര്യങ്ങളും കാണാം. ബേസിക് പ്ലാനുകൾ അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻവെസ്റ്റ് എന്നുള്ളത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ 450, പിന്നെ ഡെയിലി പ്ലാനിലാണെങ്കിൽ 150, അങ്ങനെ 600 രൂപയാണ് നിങ്ങൾക്ക് ഡെയിലി
ഫസ്റ്റത്തെ സെഷൻ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് വേണ്ടത്. പിന്നെ ക്യാഷ് ഉള്ളവർ അതിനനുസരിച്ച് ചെയ്താൽ മതി. നിങ്ങൾ സ്വന്തം റിസ്കിൽ ചെയ്യുക. ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ വളരെ സിമ്പിളായിട്ട് ഏൺ ചെയ്യാനായിട്ട് പറ്റും. ഇതൊക്കെ ഒരു പുതിയ പ്ലാറ്റ്ഫോമുകളാണ്, പക്ഷേ എന്നാലും നിങ്ങൾക്ക് ക്യാഷ് ഏൺ ചെയ്യാനായിട്ട് പറ്റും. ഇതൊക്കെ ഏകദേശം ഒരു മാസമൊക്കെ നിലനിൽക്കുന്ന ആപ്ലിക്കേഷനാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ മാക്സിമം എമൗണ്ട് ഏൺ ചെയ്തെടുക്കാനായിട്ട് പറ്റണം. അതിനാണ് ഞാൻ ഈ പറയുന്നത്. എൻ്റെ നിർദ്ദേശങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് പാലിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇതിൽ നിന്നൊരു ഏണിങ്സ് അച്ചീവ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അഥവാ ഇതിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള പ്ലാനുകൾ ആദ്യം മുതലേ എടുക്കുക. എന്നിട്ട് ഇതിൽ നിന്നും നമുക്ക് ഏണിങ്സ് കിട്ടിയിട്ട് അതിനെ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം. അപ്പോൾ ഇതിൽ റീചാർജ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ 450 കാണിക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണോ റീചാർജ് ചെയ്യേണ്ടത് അത് ജസ്റ്റ് ടാപ്പ് ചെയ്യുക. ദെൻ ഡെപ്പോസിറ്റ് A, B എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ദെൻ നിങ്ങൾക്ക് റീചാർജ് നോ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ജമ്പിങ് ഇൻ പ്രോഗ്രസ് എന്നുള്ള ആ ഒരു ഓപ്ഷനിലേക്ക് പോകാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നേരെ ഇവരുടെ UPIDയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ഇത് സബ്മിറ്റ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഇതിലേക്ക് ആദ്യം നിങ്ങളിതിൻ്റെ UPIDയിലേക്ക് പേയ്മെൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് QR ഉപയോഗിച്ചുകൊണ്ട് പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അതിൻ്റെ UTR നമ്പർ നിങ്ങൾക്ക് ആ ഒരു പേയ്മെൻറ്റ് ചെയ്താൽ ഇതിൻ്റെ താഴെ 4 വെച്ച് തുടങ്ങുന്നൊരു UTR നമ്പർ ഉണ്ട്. അധികം 4 വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യല്. അതാണ് ഞാനിങ്ങനെ പറഞ്ഞത്. അല്ലാതെ നിങ്ങൾക്ക് കിട്ടുന്ന ആ UTR നമ്പർ ജസ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതിൽ റീചാർജിങ് കംപ്ലീറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റുക. ഓക്കെ, പിന്നെ ഇതിൽ വിഡ്രോവൽ ഞാൻ ആദ്യമേ കാണിച്ചു. അതുപോലെ നിങ്ങൾക്ക് വിഡ്രോ ചെയ്ത് അക്കൗണ്ടിലേക്ക് കയറിയതിൻ്റെ പ്രൂഫ് ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം. അതോടൊപ്പം തന്നെ നമ്മുടെ ടെലഗ്രാം ID-യിലും നിങ്ങൾക്ക് ആ ഒരു ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. അതിൻ്റെ മുന്നേ ഇതിനെക്കുറിച്ചും അതോടൊപ്പം തന്നെ ഇതിനേക്കാൾ നല്ല ആപ്ലിക്കേഷനെ കുറിച്ചിട്ടും എല്ലാതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ഡെയിലി പോസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ടെലഗ്രാമിലാണ്. ടെലഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ കയറിക്കൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ വരുമാനം കിട്ടുന്ന മറ്റുള്ള വരുമാന മാർഗ്ഗങ്ങൾ കണ്ടെത്താനും അതോടൊപ്പം തന്നെ ദിവസവും ലക്ഷങ്ങൾ സമ്പാദിക്കാൻ പറ്റുന്ന ഒരുപാട് ആപ്ലിക്കേഷനെ കുറിച്ചിട്ടും നമ്മളതിലൂടെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് മണി ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നമ്മളെ കൂടെ കൂടാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.